ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി മിത്ര വന്നിരിക്കുകയാണ് കേട്ടോ. മിത്രയോട് സൂര്യ പറയാണ് ആ സംഭാഷണം അങ്ങ് കേൾപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഈ സമയം പത്മ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. എന്തിനാടി നീ എന്നോട് ഈ ചതി ചെയ്തത്? അത് കേട്ട ഉടൻ തന്നെ ഇവിടെ എല്ലാം ഓർഡർ ഇടുന്ന പത്മ എന്നല്ലേ പറഞ്ഞത്, ഇവള് പറയട്ടെ. അപ്പോഴേക്കും മിത്ര അങ്ങനെ ദേഷ്യത്തോടു കൂടി നിൽക്കണം കേട്ടോ. ഇതേ സമയം പത്മ വീണ്ടും ചോദിക്കുകയാണ്, എന്തിനാടി നീ എന്നോട് ഈ ക്രൂരത ചെയ്തത്? ഞാൻ നിന്നെ എൻ്റെ മക്കളെക്കാൾ കൂടുതൽ വിശ്വസിച്ചതും സ്നേഹിച്ചതുമാണോ? നീ എന്നോട് ചെയ്യുന്ന തെറ്റ് അതാണോ? അത് കൂടിയത് കൊണ്ടാണോ? എന്തിനാണ് നീ എന്നോട് ഈ തെറ്റ് ചെയ്തത്? എൻ്റെ കുടുംബം തകർക്കാൻ വേണ്ടി ഇത്രയും പ്രവൃത്തികൾ നീ എന്തിനാ ചെയ്തത് എന്നൊക്കെ അങ്ങ് ചോദിക്കുകയാണ് കേട്ടോ. ഇതേ സമയം സൂര്യ, എന്തായാലും നിങ്ങൾ വിശ്വസിച്ചല്ലോ. ഈ നിൽക്കുന്ന വേലക്കാരിയെ പുച്ഛിച്ചും കൊണ്ട് പഠിപ്പും വിവരമുള്ളവർ ചെയ്തു കൂട്ടിയതിനെക്കുറിച്ചും നിങ്ങളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഇത് നിങ്ങൾക്ക് കിട്ടേണ്ട അടി തന്നെയാണ് എന്നങ്ങ് പറയുമ്പോൾ ഉടൻ തന്നെ മിത്ര പറയണേ, ഞാൻ ചെയ്തതിൽ യാതൊരു തെറ്റുമില്ല. കാരണം കല്യാണ മണ്ഡപത്തിൽ കതിർ മണ്ഡപത്തിൽ വരെ എന്നെ കൊണ്ടേ ഇരുത്തിയിട്ട് മുഹൂർത്ത സമയത്ത് ഈ വേലക്കാരിയുടെ കഴുത്തിൽ നിങ്ങളെല്ലാവരും കൂടി താലി കെട്ടിയപ്പോൾ എൻ്റെ മാനസികാവസ്ഥ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ എത്രമാത്രം ആളുകളുടെ മുന്നിൽ നാണം കെട്ടു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിക്കില്ല. കാരണം നിങ്ങൾക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് ബാധിക്കുന്ന കാര്യമല്ല. എന്നാൽ ഈ നിൽക്കുന്ന മിത്രക്ക് അത് മിത്രയെ സംബന്ധിച്ച് വലിയൊരു തെറ്റാണ് നിങ്ങളെന്നോട് ചെയ്തത്. അതൊരിക്കലും ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്ത സംഭവമാണ്. അതുകൊണ്ട് ഇതൊരു പ്രതികാരം എനിക്കായിട്ടില്ല. എനിക്ക് കുടുംബം തകർത്ത് തരിപ്പിണമാവുന്നത് കാണാനാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ ഇത്രയെങ്കിലും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റിയല്ലോ എന്നൊക്കെ പറയുമ്പോൾ കനകം കരയാണ് കേട്ടോ. കനകം പറയാണ്, മേഡം മേഡം എന്നോട് ക്ഷമിക്കണം. ഞാൻ അറിഞ്ഞും കൊണ്ട് മേഡം ഒന്നും ചെയ്തിട്ടില്ല മേഡം. മേഡം എന്നെ ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോൾ, എന്നാടി ഇവൾ നിന്നെ മേഡമായത്? അതോ നീ ഇവളുടെ മകളാണോ? അതോ നീ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സൂര്യ ചിരിക്കണം കേട്ടോ. എന്നിട്ട് സൂര്യ പറയണേ, ഇവളുടെ വാലാട്ടി നടക്കുന്ന നിനക്കുള്ള ശിക്ഷ ഞാൻ തരാൻ പോകുന്നത് എങ്ങനെയൊന്ന് നീ കണ്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പത്മ പറയാണ്, എന്തിനാടി നീയെ നിൻ്റെ ഓഫീസിൽ എൻ്റെ ചെയറിൽ പോലും നിന്നെ ഞാൻ പിടിച്ചിരുത്തിയിട്ട് ഇതൊക്കെയാണ് നീ എൻ്റെ കുടുംബത്തോട് ചെയ്തത്? ഇതെല്ലാം മിത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. മിത്രയുടെ കളി എന്തെന്ന് നിങ്ങൾ അറിയാനിരിക്കുന്നേ ഉള്ളൂ. പത്മ വിചാരിക്കുന്നുണ്ടാവും ഈ നാട് മുഴുവൻ എനിക്ക് ഭരിക്കാമെന്ന്. എന്നാൽ ഈ വിശ്വനാഥൻ്റെ മകൾക്ക്, ഈ മുൻമന്ത്രിയായ മിത്രയ്ക്ക് എന്തെല്ലാം ചെയ്യുമെന്ന് കാണാനിരിക്കുന്നേ ഉള്ളൂ, നിങ്ങളിനി അറിയാനിരിക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് മിത്ര അവിടെ നിന്നും ഇറങ്ങുമ്പോഴാണ് കേട്ടോ പോലീസ് എത്തുന്നത്. അയ്യയ്യോ, പോലീസിനെ കാണുന്ന മിത്ര ഒന്ന് ഭയക്കുന്നുണ്ട്. എന്നാൽ ഈ സമയം പോലീസ് പെട്ടെന്ന് അങ്ങ് അകത്തോട്ട് പോവുകയും മിത്ര പുറത്തോട്ട് വരികയും ചെയ്യാണ് കേട്ടോ. ഇതേ സമയം സൂര്യ സാർ എവിടെ ആളെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും സൂര്യ പറയണതാ, ഈ നിൽക്കുന്ന പ്രതിയാണ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഇത്രയും ക്രൂരതകൾ ഞങ്ങളോട് ചെയ്തു കൂട്ടിയത്. പെരുങ്കള്ളി. ഈ പെരുങ്കള്ളിയെ കൊണ്ട് പറയിപ്പിക്കണം ആരാണെന്ന്. ഞങ്ങളുടെ അടുത്ത് തെളിവൊക്കെയുണ്ട്. എങ്കിലും ഇവൾക്കുള്ള ശിക്ഷ ആദ്യം കൊടുക്കുക. ഇനി ഇവളെ രക്ഷിക്കാൻ അവൾ എത്തുമെന്ന് നമുക്കൊന്ന് നോക്കാമല്ലോ. അതുകൊണ്ട് ഇവളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും എന്ന് പറയുമ്പോഴേക്കും പോലീസുകാരികളൊക്കെ വന്ന് ഈ പറയുന്ന കനകത്തിനെ കയ്യിൽ പിടിച്ച് വാടി, ഇങ്ങോട്ടേക്ക് വാടി എന്നൊക്കെ പറഞ്ഞ് വലിച്ചഴിച്ച് കൊണ്ടുപോവാണ് കേട്ടോ. ഇതേ സമയം പത്മക്കാണെങ്കിലോ അങ്ങോട്ട് നീങ്ങാൻ പറ്റുന്നില്ല, ഇങ്ങോട്ട് നീക്കാൻ പറ്റുന്നില്ല, താഴെ നോക്കാൻ പറ്റുന്നില്ല. ആ ഒരു തരം മാനസികാവസ്ഥ. ഒരു വെറും വേലക്കാരിയാണെന്ന് പറഞ്ഞ് താൻ പലവട്ടം പുച്ഛിച്ചിരുന്ന അവളുടെ മുഖത്തോട്ട് പോലും തനിക്ക് നോക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയാണ് കേട്ടോ. അങ്ങനെ ഈ സമയം സൂര്യ പറയാണ്, എപ്പോഴും ഏത് സമയം പണമാണ് എല്ലാത്തിനും നല്ലത്. പണക്കാരിയെ കല്യാണം കഴിച്ചാൽ അടിപൊളിയായിരിക്കും. പത്രാസ് വേണം, അതുപോലെ തന്നെ പഠിപ്പ് വേണം, വിവരം വേണം. ഈ വേലക്കാരിയുടെ വിവരം അറിവും പോലെ നിങ്ങൾക്കില്ലാതെ പോയല്ലോ. എത്ര തവണ ഞങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് മിത്ര എന്ന് പറയുന്നവൾ ഇത്ര വൃത്തികെട്ടവളാണെന്ന്. പക്ഷെ നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ കൂടുതൽ വിശ്വാസം അവരെയാണല്ലോ. എന്തായാലും എനിക്ക് സമാധാനമായി. വാ നന്ദിനി, നമുക്ക് ഇവരെ പോലെയുള്ളവരോടൊന്നും സംസാരിച്ചിട്ട് നമ്മുടെ സമയം വെറുതെ കളയണ്ട, ഇങ്ങ് പോന്നേക്ക് എന്നും പറഞ്ഞ് വിളിച്ചടിച്ച് കൊണ്ടുപോവാണ് കേട്ടോ. ഇതേ സമയം യതീന്ദ്രൻ, എടോ താൻ എന്താടോ ഇങ്ങനെ ആയത്? ബിസിനസ്സിൽ നീ പുലിയാണ്, അതൊക്കെ ശരി തന്നെ. പക്ഷേ ഈ പുലിക്ക് ഇങ്ങനെ ഒരു പെരുങ്കളിയെ മനസ്സിലാക്കാൻ കഴിയാതെ പോയത് വലിയ കഷ്ടമായിടോ. അതാലോചിക്കുമ്പോൾ എനിക്ക് തന്നെ എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു. എൻ്റെ ഭാര്യയ്ക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന്. അപ്പോഴേക്കും ഇന്ദ്രജയും വിജയൊക്കെ തന്നെ പറയുന്നത്. എല്ലാവരും അത് പറയുമ്പോൾ ഉടൻ തന്നെ പത്മ ദേഷ്യത്തോടു കൂടി അവിടെ നിന്നും പോവുകയാണ് കേട്ടോ.
എന്നാൽ ഈ സമയം നന്ദിനിയോട് സൂര്യ പറയാണ്, നീ ആള് വിചാരിക്കുന്നത് പോലെ ഒന്നല്ലല്ലോ, നീ എന്തെല്ലാം കഴിവുകളാണ് നിനക്കുള്ളത്. ദേ സാർ എന്നെ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇതാക്കല്ലേ. അത് കേട്ട ഉടനെ അല്ല, ഞാൻ ഉള്ളത് പറഞ്ഞതാണ്, നീ ആ കനകത്തിൻ്റെ മുഖം മൂടി, എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റാതെ ഇരിക്കുകയാണ് ഞാൻ ഇപ്പോഴും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എണീക്കുന്ന ഒരു രംഗമാണ്. അങ്ങനെ പിന്നീട് ഇങ്ങനെ പാലുമായിട്ട് സൂര്യയുടെ അരികിലോട്ട് നന്ദിനി ചെല്ലാണ്. അപ്പോൾ ഈ സമയം നന്ദിനി ചെല്ലുമ്പോൾ സൂര്യ ചോദിക്കുന്നത്, എന്താ പാല്, ഇതൊരു പ്രത്യേക തരം പാലാണ്, നീ എന്താ നാട്ടുമ്പുറം അങ്ങോട്ടേക്ക് എടുക്കാൻ വിചാരിച്ചോ, എന്നാൽ ഇത് കുടിക്ക് സൂര്യ സാറേ എന്ന് പറയണ്ട. അങ്ങനെ സൂര്യ ഇത് വാങ്ങി കുടിക്കണം. ഓ അപാര ടേസ്റ്റ് തന്നെയാണല്ലോ എന്ന് സൂര്യ പറയുന്നുണ്ട്. ആ സമയം നന്ദിനി പറയാണ്, കഴിക്കാൻ എന്തെങ്കിലും എടുത്ത് കൊണ്ടുവന്ന് വരാം, എന്തായാലും ഞാൻ കഴിക്കാനുള്ളത് കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞിട്ട് കിച്ചണിലോട്ട് പോവാണ് കേട്ടോ. ഇതേ സമയം സൂര്യക്ക് പാല് കുടിക്കുന്ന ആ ആ ഒരു സമയത്ത് താന് കുടിക്കുന്ന മദ്യമാണല്ലോ, അപ്പം മദ്യത്തിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ നീങ്ങുകയാണ്. എന്നാൽ ഇപ്പുറത്ത് നന്ദിനി ആണെങ്കിലും അങ്ങോട്ട് ചെല്ലുമ്പോൾ രാജു പറയണേ, എന്നാലും ഈ പെരുങ്കളിയെ നീ തന്നെ പിടിച്ചു കൊണ്ടുവന്നിട്ട് ഇപ്പോൾ എന്താ ഉണ്ടായത്, സൂര്യ സാറ് പല പ്രാവശ്യം ഇത്രയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് ആ വാക്കിന് നന്ദിനി നീ എല്ലാവരും വിശ്വസിച്ച് പോയരുത് കേട്ടോ, നിൻ്റെ തെറ്റതാണ്, നീ എല്ലാവരെയും വിശ്വസിച്ച് പോയ എൻ്റെ മോൾക്ക് ഇതുപോലെ ചതിയുണ്ടാവും. ഇപ്പം എത്രാമത്തെ അപകടങ്ങളാണ് ഇവിടെ നിനക്കുണ്ടായതും ഇവിടെ മറ്റുള്ളവർക്കുണ്ടായതൊക്കെ ഈ കനകം കാരണമാണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ നന്ദിനി പറയണ, എന്നാലും എൻ്റെ രാജുവേട്ട അവളെന്നെ എന്ത് സ്നേഹത്തിലാണ് അവളെന്നെ വിളിച്ചിരുന്നത്, ഏതൊക്കെ ആലോചിക്കുമ്പോൾ പഠിച്ച കള്ളിയാണ്, ഇനിയെങ്കിലും നീ ആളുകളെ വിശ്വസിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞ് ഭക്ഷണവുമായി റൂമിലോട്ട് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച സൂര്യ മദ്യത്തിൻ്റെ അടുത്തോട്ട് പോവാണ്. അപ്പോൾ നന്ദിനി സൂര്യ സാർ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ മദ്യം തൊടില്ല കേട്ടോ. അപ്പോഴേക്കും എന്താ നന്ദിനി, ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് കഴിക്ക്. അങ്ങനെ സൂര്യയുടെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ സൂര്യ അത് കഴിക്കാൻ ഒരുങ്ങുമ്പോൾ കയ്യിൽ കെട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിക്കാൻ, അയ്യോ ഇതെങ്ങനെ കഴിക്കും, ഇത് കഴിക്കുന്നതിനേക്കാൾ നല്ല മദ്യം കഴിക്കുകയാണെങ്കിൽ മനസ്സിനൊരു സുഖമായിരുന്നു. അപ്പോൾ നന്ദിനി ചോദിക്കുക, എന്താ സൂര്യ സാർ ഭക്ഷണം കഴിക്കാത്തത്, ഞാനെങ്ങനെ കഴിക്കാനാടോ, എൻ്റെ കൈ കണ്ടില്ലേ, എനിക്കിപ്പോൾ വേണ്ട, നീ അത് കൊണ്ടുവച്ചേക്ക്, പാല് കുടിച്ചല്ലോ അത് മതി, ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട, അതൊന്നും പറ്റത്തില്ല, മരുന്നൊക്കെ കഴിക്കുന്നതാണ്, ഇതെന്തായാലും കഴിക്കുമെന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ഈ സമയം, എടോ എനിക്ക് കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ, കാരണം ഓ അതാണോ, അതെത്ര വിഷയമാക്കണ്ട എന്ന് പറഞ്ഞിട്ട് നന്ദിനി ആ പ്ലേറ്റ് വാങ്ങിയിട്ട് അതിലുള്ള ഭക്ഷണങ്ങൾ ഇങ്ങനെ സൂര്യക്ക് വാരി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ സമയം സൂര്യ, ഓ അപാര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നന്ദിനി നിൻ്റെ ഭക്ഷണത്തിന് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം സൂര്യ പറയണേ, നന്ദിനി ഇനിയെങ്കിലും നീ ഞാൻ പറയുന്നതൊന്ന് കേട്ട് മുന്നോട്ട് പോയാൽ നിനക്ക് നന്ന്, കാരണം ആരെയും വിശ്വസിച്ച് കൂടുക, ഈ മിത്ര എന്ന് പറയുന്നവൾ വെറും വിഷമാണെന്നുള്ള എല്ലാവർക്കും അറിയാം, അവൾ പോകുന്ന വഴിക്കൊക്കെ വിഷം ചീറ്റിട്ട് അവൾ പോകത്തുള്ളൂ. എത്രയോ തവണ ഞാൻ നിൻ്റെ മുന്നിൽ ചൂണ്ടിക്കാണിച്ചിട്ട് നീ വിശ്വസിച്ചില്ല, അതിനുള്ള ശിക്ഷ ഇപ്പം നിനക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ഇനി ആരെയും ആത്മാർത്ഥമായി വിശ്വസിക്കരുതെന്ന് പറയാൻ കേട്ടോ. അപ്പം നന്ദിനി പറയണം, ഞങ്ങൾ നാട്ടുംപുറത്തുകാരാണ്, ഞങ്ങൾക്ക് എല്ലാവരോടും ഒരേ സ്നേഹമാണ്, ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് അതല്ല, ഇനി തെറ്റും ശരിയും തിരിച്ചറിയാൻ ഇനിയെങ്കിലും കഴിവ് വേണം, ഒന്ന് ചിരിച്ച് കാണിച്ചു എന്ന് കരുതിയിട്ട് അവർ നല്ലവരാണെന്ന് കരുതരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ഇതേ സമയം നന്ദിനി ആയിക്കോട്ടെ സൂര്യ സാർ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതേ സമയം സൂര്യ സാർ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ സാറിൻ്റെ കയ്യിലെ മുറിവൊക്കെ ഏകദേശം ഉണങ്ങിയല്ലോ, ഇനി എനിക്ക് എൻ്റെ വീട്ടിലോട്ട് പോയിക്കൂടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന സൂര്യ, അയ്യോ പെട്ടല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇതെന്താ നന്ദിനി ഇപ്പോൾ ഇങ്ങനെ, എൻ്റെ കയ്യിലെ മുറിവ് നല്ലവണ്ണം മാറിയിട്ടില്ലല്ലോ, അല്ല സൂര്യ സാർ, ഇപ്പോൾ സാറിൻ്റെ കാര്യങ്ങളൊക്കെ സാറ് കുറേശ്ശൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടല്ലോ, ഇനി എൻ്റെ നാട്ടിലോട്ട് എനിക്ക് പോയിക്കൂടെ, ഞാനിവിടെ പറഞ്ഞ ആ വാക്ക് അതെനിക്ക് പാലിക്കണം, ഞാൻ പോയിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ നന്ദിനിയോട് എന്ത് പറയണമെന്നറിയാതെ സൂര്യ ആകെ പെട്ട് നിൽക്കുകയാണ് കേട്ടോ. തന്നെ എനിക്ക് പറഞ്ഞു വിടാൻ പറ്റത്തില്ല എന്ന് മുഖത്തടിച്ച് പറയുന്നുണ്ട്, പക്ഷെ അതെങ്ങനെ പറയും എന്നാലോചിച്ച് സൂര്യ നിൽക്കുന്ന ഒരു സീനുകളൊക്കെയാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്.